സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടിപ്പോൾ ഒരു സംഭവം പറയട്ടെ. നിങ്ങളെ ഈ തലമുടി നമ്മുടെ ഈ ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും മുടിയാണെങ്കിൽ നമ്മുടെ ഈ സിൽക്കി പോലെ വരണമല്ലോ, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ. ചിലരുടെ മുടി അങ്ങ് ഭയങ്കര ഹാർഡാണ്, ഇല്ലേ? ശരിയല്ലേ? ഹാർഡാണ്. അന്നേരം അത് സിൽക്കി ആയിട്ട് വരാൻ എന്താ ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ ചോറ് വെട്ടുന്ന കഞ്ഞോളമില്ലേ, കഞ്ഞിവെള്ളം നമ്മളിപ്പോൾ ഇന്ന് വെക്കുന്ന കഞ്ഞോളം നാളെയാണെങ്കിൽ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ട് രാവിലെ കുളിക്കുന്നതിന് മുന്നായിട്ട് ഒരു അരമണിക്കൂർ, ഒരമണിക്കൂറായാലും കുഴപ്പമില്ല, എടുത്തൊന്ന് അതൊന്ന് തലയിലൊന്ന് മുടിയിലൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് ചെറുകെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുടി പിന്നെ ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കഴുകിയാൽ മതി. നല്ല സോഫ്റ്റായിട്ടിരിക്കും. മുടിയുടെ പൊഴിച്ചിൽ എല്ലാം മാറും കേട്ടോ. നല്ലൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. അതേണ്ട കണ്ടോ, ഈ ഇതുപോലെയുള്ള നമ്മൾ കഞ്ഞോളം ഊറ്റി വെക്കുമല്ലോ, ഈ കഞ്ഞോളം ഇങ്ങനെ വെച്ചു. ഈ കഞ്ഞോളം ഇനി എടുത്ത് നാളെ രാവിലെ എടുത്ത് തലയിൽ പറ്റിക്ക്. തലമുടി വളരെ നന്നായിട്ടിരിക്കും. വളരെ നന്നായിട്ട് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റായിട്ടിരിക്കുക തന്നെയല്ല, നല്ല സിൽക്കിയാണ് മുടി. ഞാനത് പരീക്ഷിച്ചിട്ടുണ്ട്. ആ മുടി നമ്മൾ പിന്നെ പുറത്തിറങ്ങി കാറ്റ് കൊണ്ട് പൊടി പിടിക്കുമ്പോഴാണ് മുടി നമ്മുടെ അഴുക്കായി പോകുന്നത്. അല്ലെങ്കിൽ മുടിയൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലതാണ്. ആണുങ്ങൾക്കും പറ്റും, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും. ചില ആണുങ്ങൾക്കൊക്കെ തലയിലൊക്കെ കഷണ്ടിയൊക്കെയാണ്, തലമുടി ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, നല്ല സൂപ്പറായിരിക്കും. ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം പരീക്ഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. അന്നേരം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. മുടി പൊഴിച്ചിലെ നല്ല മുടി നമ്മുടെ ആണുങ്ങളുടെ മുടിയാണെങ്കിൽ നല്ല സിൽക്കിയായിട്ടുള്ള നല്ല മുടിയുള്ള ആണുങ്ങളുണ്ട്. ചില ആൾക്കാരുടെ മുടി എന്ന് പറഞ്ഞാൽ, ആണുങ്ങളുടെ മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ എന്തോ സംഭവം പറയുന്നത്, ഇങ്ങനെ ഹാർഡായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള മുടി. അതൊക്കെ ഉണ്ടല്ലോ ഒരു നല്ല മയമോട് നമ്മൾ ചീവിക്കഴിഞ്ഞാൽ ആ ചീവുന്ന അതേ ലെവലിൽ തന്നെ ഇരിക്കും. ആ കഞ്ഞോളം ഒന്ന് വെച്ച് ഇട്ട് ഒന്ന് നോക്ക് കേട്ടോ, നല്ലതാണ്. ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, നന്നായിട്ടിരിക്കും. അത് സ്ത്രീകൾക്ക് നല്ലതാണ്. മുടി പൊഴിച്ചാൽ മുടി നന്നായിട്ട് ആർത്തിയോടെ വളരുകയും ചെയ്യും. അത് ഈ കഞ്ഞോളം, നമ്മുടെ ഈ പഴയ കഞ്ഞോളം കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ഈ കഞ്ഞോളമില്ലേ, ഇത് കളയരുത്. ഇത് കളയാതെ ഇന്നിപ്പോൾ ഊറ്റുന്ന ഈ കഞ്ഞോളം അതോടെ വെച്ചിട്ട് നാളെ രാവിലെ കൊണ്ടുവന്ന് നമ്മുടെ കരിവേപ്പിലയില്ലേ, കരിവേപ്പിലയുടെ ചോട്ടിൽ കൊണ്ടുവന്ന് രാവിലെ കൊണ്ട് എല്ലാ ദിവസവും ഒന്ന് ഒഴിച്ചു നോക്കി. കരിയേപ്പുണ്ടല്ലോ ആർത്തിയോടെ വളരുമെന്നുള്ളതാണ്. മനസ്സിലായി? ഏറ്റവും കരിയേപ്പിന് പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ തലേ ദിവസത്തെ കഞ്ഞോളം. അത് തലമുടിക്കും ആയിക്കോട്ടെ, നമ്മുടെ കരിയേപ്പിലയ്ക്കും സൂപ്പറാണ് ഈ കഞ്ഞോളം. ഒന്ന് പ്രയോഗിച്ച് നോക്കുക. വീട്ടിലെ ഒന്നുകിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ തലയിലും പുരട്ടാൻ പറ്റും, നമുക്ക് കരിയേപ്പിനും പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, താങ്ക് യു. ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. സീ യു.